ഒരു ബ്രാഹ്മണൻ ശ്വേതകേതുവിൻ്റെ അമ്മയെ ബലാത്സംഗം ചെയ്യുവാൻ കയറിപ്പിടിക്കുന്നു. അച്ഛനായ ഉദ്ദാലകൻ ഇതിനെ എതിർക്കുന്നതേയില്ല. കാരണം ബ്രാഹ്മണൻ എന്ത് തെമ്മാടിത്തരം ചെയ്താലും എതിർക്കാൻ പാടില്ല എന്നതാണ് ഹിന്ദുമതത്തിലെ ആചാരമെന്ന് ഉദ്ദാലകന് നന്നായിട്ടറിയാം. അതിനാൽ എതിർത്ത് ഒരക്ഷരം മിണ്ടിയില്ല ഉദ്ദാലകൻ. എന്നാൽ അമ്മയോട് ബ്രാഹ്മണൻ ചെയ്ത നീച പ്രവൃത്തിയെ മകനായ ശ്വേതകേതു എതിർക്കുന്നു. ഇത് കാണുന്ന പിതാവായ ഉദ്ദാലകൻ മകനോട് പറയുന്നൊരു വാക്യമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം. ആദിപർവത്തിൽ സംഭവപർവത്തിൽ 122 11 ശ്ലോകം നോക്കുക. ശ്വേതകേതോ കിലപ്പുരാ സമക്ഷം മാതരം പിതു ജഗ്രാഹ ബ്രാഹ്മണപ്പാണൗ ഗച്ഛാവ ഇതി ച അബ്രവീത്. പുരാ പണ്ട് പിതുഹു സമക്ഷം അച്ഛൻ്റെ മുന്നിൽ വെച്ച് ശ്വേതകേതോഹോ മാതരം ശ്വേതകേതുവിൻ്റെ അമ്മയെ ബ്രാഹ്മണ ഒരു ബ്രാഹ്മണൻ പാണൗ ജഗ്രാഹ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഗച്ഛാവ ഇതിജ വരൂ നമുക്ക് പോകാം, നമുക്ക് പോയി സംഭോഗം മാതരം താം തഥാ ദൃഷ്ട്വ നീയമാനാം ബലാദിവ. തതഃ അതിനുശേഷം താം മാതരം തൻ്റെ അമ്മയെ ബലാദിവ തഥാ അത്തരത്തിൽ ബലമായി ബലപ്രയോഗത്തിലൂടെ നീയമാനാം ദൃഷ്ട്വ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ട് അമർഷചോദിത ഋഷിപുത്ര അമർഷം പൂണ്ട ആ ഋഷിയുടെ മകനായ ശ്വേതകേതു കോപം ചകാര കോപിഷ്ഠനായി. കണ്ടപ്പോൾ തം അവനോട് പിതാ ഉവാച അച്ഛൻ പറഞ്ഞു, താത അല്ലയോ മകനെ, ത്വം നീ കോപം മാ കാർഷോഹോ കോപിഷ്ഠനാകരുത്. കാരണം ഏഷഃ ധർമ്മഃ സനാതനഃ കാരണം ഈ ധർമ്മം ഈ ആചാരം സനാതനമാണ്, തെറ്റിക്കാൻ പാടില്ലാത്തതാണ്. നോക്കുക, ഈ നീചപ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ടും ആ പ്രവൃത്തി യാതൊരു കാരണവശാലും എതിർക്കരുതെന്നാണ് ഹൈന്ദവ മതത്തിലെ സങ്കല്പം. കാരണം അതൊരാചാരമാണ്, ആ ആചാരത്തെ എതിർക്കാൻ പാടില്ലാത്തതാണ്. ഇത് കാണിക്കാനാണ് ഇവിടെ മഹാനായ ഋഷി ഇവിടെ പറയുന്നത് ഈ ധർമ്മം സനാതനമാണ് എന്ന്. അതായത് ഈ ആചാരം എതിർക്കാൻ പാടില്ല എന്നർത്ഥം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ആചാരത്തെ എതിർക്കരുതെന്ന് കാണിക്കാൻ മാത്രമാണല്ലോ ഏഷധർമ്മ സനാതനഃ എന്ന് ഇവിടെ ഋഷി പറയുന്നത് എന്ന്. അപ്പോൾ